കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ എല്ലാ തിങ്കളാഴ്ചയും നടന്നു വരുന്നത് പോലെ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവവചനം പ്രസ്താവിപ്പാൻ ലഭിച്ച സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വിശിഷ്യ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ഈ മിനിസ്ട്രിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന പ്രിയ തോമസ് എറിയാം ഷാറിനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 12ാമത് എപ്പിസോഡാണ് ഇന്ന് വിശിഷ്യ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ 11 എപ്പിസോഡുകളിലായി ഫിലിപ്പിയ ലേഖനത്തിലെ ആമുഖ വാക്യങ്ങളും അപ്പോൾ തന്നെ അതിനകത്തു നിന്ന് ചില ചിന്തകളും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പൗലൂസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് നാം പഠിക്കുകയുണ്ടായി. ഫിലിപ്പിയയിലെ വിശ്വാസികളെ പ്രത്യേകിച്ച് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആ സഭയോടുള്ള തൻ്റെ പ്രത്യേകമായിരിക്കുന്ന മമതയും താല്പര്യവുമൊക്കെ ഊന്നി താൻ പ്രസ്താവിക്കുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഓർക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി നാം ചിന്തിച്ച ഭാഗം പൗലൂസ് കാരാഗ്രഹത്തിൽ കിടന്നതൊരു പരാജയമല്ല, മറിച്ച് അനവധി ആളുകൾ ദൈവവചനം കേൾക്കുവാൻ, പ്രത്യേകിച്ച് പട്ടാളക്കാർ അവര് ദൈവവചനം കേൾക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ അത് മുഖാന്തരമായി എന്നുള്ളത് പൗലൂസ് തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുകയാണ്. നിങ്ങൾ അറിയാതിരിക്കരുത്. പ്രത്യേകിച്ച് റോമൻ കാരാഗ്രഹത്തിൽ പൗലൂസ് കിടക്കുമ്പോൾ അനവധി പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ദൈവസഭകൾ, താൻ സ്ഥാപിച്ച സഭകൾ, അവരെല്ലാം ഒരുപോലെ ആശങ്കാകുലരായിരുന്നു എന്നുള്ളത് മാനുഷികമായ നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നൊരു ചിന്തയാണ്. എന്നാൽ പൗലൂസ് പറയുകയാണ്, ആ നിലകളിലുള്ള ഉത്കണ്ഠയൊന്നും എനിക്കില്ല, മറിച്ച് ഞാനിപ്പോൾ ആയിരിക്കുന്ന എനിക്ക് ഭവിച്ച ഈ ബന്ധനം അനേകർക്ക് സുവിശേഷം മുഖാന്തരം വിടുതലിനുള്ള ദൈവം ഒരുക്കി തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദിയായി മാറി എന്നുള്ളത് പൗലൂസ് ഫിലിപ്പിയരോട് പ്രസ്താവിക്കുന്ന ഭാഗം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ഇങ്ങനെ പൗലൂസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അനവധി സഹോദരങ്ങൾ, റോമിലുള്ള സഹോദരങ്ങൾ തന്നെ സുവിശേഷം പറയുവാൻ പ്രാപ്തരായി തീർന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു. കാരണം തങ്ങളുടെ നേതാവ് കാരാഗ്രഹത്തിൽ പരാജയമല്ല, താൻ അവിടെ കിടക്കുന്നത് വലിയ വിജയമാണെന്ന് ഈ റോമിലെ വിശ്വാസികൾ മനസ്സിലാക്കി അവർ ശക്തരായി ദേശത്തിറങ്ങി ദൈവവചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ആ നിലകളിൽ എല്ലാം കൊണ്ടും കാരാഗ്രഹത്തിൽ പൗലൂസ് ആയിരിക്കുന്നത് ഒരനുഗ്രഹമായിരുന്നു, അനുഗ്രഹമാണ് എന്നുള്ളത് നാം പഠിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ പൗലൂസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന ചില ഗ്രൂപ്പുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിൽ ചില ആളുകൾ പൗലൂസിനോടുള്ള ബന്ധത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പൗലൂസ് ആ ഭാഗം പറയുമ്പോൾ അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു.
മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭവിച്ചുകൊണ്ട് നിർമ്മലതയോടല്ല ശാഠ്യത്താൽ എത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പൗലോസ് പറയുകയാണ്, പിന്നെ എന്ത്? നാട്യത്താലും നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധേനയായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും ഞാൻ സന്തോഷിക്കും. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ആ പ്രസംഗം, ഈ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ അവരുടെ പ്രസംഗത്തിൽ അവർ പറയുന്നത്, വലിയ നേതാവായ പൗലോസ് കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്നാൽ ഞങ്ങൾ അതിലും ശക്തന്മാരാണ്. ഞങ്ങളെ ആരും പിടിക്കുകയില്ല, പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടുകയില്ല, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന കണ്ടോ എന്ന് കാണിക്കുവാൻ അവിടെ ചില പദങ്ങൾ കണ്ടോ. നാട്യത്താൽ, അഭിനയമാകട്ടോ, പരമാർത്ഥമായിട്ടോ ഒന്നുമല്ല ഇവരുടെ പ്രസംഗം. നിർമ്മലതയോടെയല്ല, ശാഠ്യത്താൽ ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കുക. സ്വത്രം ദുരുപദേശമൊന്നുമല്ല പ്രസംഗിക്കുന്നത്, ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ നല്ല മനസ്സോടെയല്ല, പൗലൂസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക. പൗലൂസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ശക്തമായ നിലയിൽ കർത്താവിന് വേണ്ടി അധ്യധ്വാനം ചെയ്ത് ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പുറത്തു നിന്നുകൊണ്ട് ചില പുള്ളികൾ പറയാം, അതുകൊണ്ടോ ആ പുള്ളി കിടക്കുന്ന കിടപ്പ് കണ്ടോ, ശുചിചേരം നിമിത്തമാണെന്നൊക്കെ പറഞ്ഞാൽ കിടക്കുന്നേ. പക്ഷേ ദൈവശക്തി ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചുകൊണ്ട് പോവോ, കാരാഗ്രഹത്തിൽ ഇടുവോ എന്നൊക്കെ പറഞ്ഞ് ഇവരതിനേക്കാളും വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ് ചില പുള്ളികൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇന്നും അങ്ങനെയല്ലേ? എന്തെങ്കിലും കുറ്റം പറഞ്ഞ് പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ വിടാത്ത പുള്ളികൾ ഇന്നുമുണ്ട്. ശക്തന്മാരായ ദൈവദാസന്മാർ അവർക്ക് നേരിടുന്ന എന്തെങ്കിലും പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ അവരെ തീർത്ത് കെട്ടി അടച്ച് അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കി പാരസ്യമായി അവർക്കെതിരെ പ്രസംഗിക്കുന്ന എത്രയോ പുള്ളികളുണ്ട്. എന്നാൽ പൗലൂസിൻ്റെ ഭാഷ കേട്ടോ, അവരങ്ങനെ പ്രസംഗിച്ചാലും എനിക്ക് ആ പ്രസംഗത്തിൽ സന്തോഷമുണ്ട്, ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവർ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെയാണ്. എനിക്ക് ആ ഭാഗം വളരെ ചിന്തനീയമായി തോന്നി. എനിക്കെതിരെയൊക്കെ വല്ലതൊക്കെ പറയുന്നെങ്കിലും അവർ പ്രസംഗിക്കുന്ന ടോപ്പിക്ക് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കുറിച്ചാണ് അവർ പ്രസംഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശക്തമായ നിലയിൽ പറയട്ടെ, ക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുന്ന കൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന കൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സന്തോഷിക്കുന്നു. ശ്രദ്ധിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനിയും സന്തോഷിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം പൗലോസിൻ്റെ ആഗ്രഹം ഇത്ര മാത്രമേ ഉള്ളൂ, ക്രിസ്തു തന്നിൽ മഹത്വപ്പെടണം. അത് താഴെയുള്ള ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവ് എന്നിൽ മഹത്വപ്പെടണം. ആ ഒരൊറ്റ ആഗ്രഹമുള്ളവർക്കാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും എന്തല്ല, ഒരു വിഷയമേ അല്ല. ശ്രദ്ധിക്കണം, മറ്റേതൊക്കെ നിലവാരത്തിൽ അവർക്കെതിരെ ശക്തമായി പൊരുതിയാലും പോരാടിയാലും എതിരെ പ്രസംഗിച്ചാലും അവർക്കെതിരെ തീയമ്പുകൾ അയച്ചാലും ഈ പൗലൂസിൻ്റെ ആഗ്രഹം എന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അത് കാരാഗ്രഹമാണെങ്കിലും ശരി, സഭയാണെങ്കിലും ശരി, ദേശമാണെങ്കിലും ശരി, പരസ്യയോഗമാണെങ്കിലും ശരി, കൺവെൻഷനാണെങ്കിലും ശരി, കിട്ടുന്ന അവസരം മുഴുവൻ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, കർത്താവിനെ ഉയർത്തുക. സ്വന്തം ഉയർച്ചയ്ക്കല്ല, സ്വന്തം നാടകമല്ല, സ്വന്തം അഭിനയമല്ല, പാരമാർത്ഥതയില്ലാത്ത പരിപാടിയല്ല, ആത്മാർത്ഥതയോടെ പരമാർത്ഥതയോടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്ന ഒരനുഭവം നമുക്കുണ്ടാകണമെന്നുള്ളത് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, നല്ല പ്രസംഗമാണ് കേട്ടോ. പക്ഷേ ശാഠ്യത്താലും ദുരഭിമാനത്താലും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് അവരെക്കാളും ഞാൻ വലിയ പുള്ളിയാ എന്നും പറഞ്ഞ് നടക്കുന്ന എത്രയോ പുള്ളികളുണ്ടെന്നറിയോ ഇതിനകത്തെ. ഓർത്തു,
എന്നാൽ പൗലോസ് പറയുക, അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അവരെക്കുറിച്ച് സന്തോഷമാണ്. ഇത് പറഞ്ഞിട്ട് താഴോട്ട് വരുന്ന ഭാഗമാണ് ഇന്ന് അല്പസമയം നാം ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പൗലോസ് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. എന്ന് പറഞ്ഞാൽ തനിക്ക് കാരാഗ്രഹത്തിൽ നിന്നുള്ളൊരു വിടുതൽ കിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്. അതാണ് രക്ഷയെന്ന് അവിടെ പറയുന്നത്, കാരാഗ്രഹത്തിൽ നിന്നുള്ളൊരു മോചനത്തെക്കുറിച്ചാണ്. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത. പ്രൈസ് ദ ലോർഡ്. ജീവനാകട്ടെ മരണമാകട്ടെ ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം. എന്നിട്ട് പറയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഞാൻ ജീവിച്ചിരിക്കണം. ആര് നിമിത്തം? നിങ്ങൾ നിമിത്തം എനിക്ക് ജീവിക്കണം. കാരണം ജീവിച്ചിരുന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? സുവിശേഷത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാം. അല്ല, കാരാഗ്രഹത്തിൻ്റെ അന്തിമ വിധി എനിക്ക് മരണമാണെങ്കിൽ അതും ഒരു പരാജയമല്ല. എന്തോ സംഭവിക്കും? അതെനിക്കൊരു ലാഭമാണ്. സ്തോത്രം. ജീവനാകട്ടെ മരണമാകട്ടെ, താഴോട്ട് ആ ഭാഗം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ അത് ഞാൻ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. പൗലോസ് പറയുകയാണ്, എനിക്ക് സന്തോഷം ഞാൻ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിക്കുന്നതാ. കാരണം എൻ്റെ പ്രത്യാശയത, എൻ്റെ പ്രതീക്ഷയത, അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഒരു കാര്യം, ജഡത്തിൽ കുറച്ച് നാളുടെ ഇരിക്കണം. കാരണം നിങ്ങൾ നിമിത്തം ആവശ്യമതാണ്. കാരണം എൻ്റെ ശുശ്രൂഷ ഫലകരമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞാൻ ജഡത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അല്ല, മരണമാണോ? അത് ഏറ്റവും വലിയ പ്രയോജനമാണ്. കാരണം മരിക്കുന്നത് ലാഭമാണ്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, മരണം ലാഭമെന്ന് പറഞ്ഞ ഒരേ ഒരു പുസ്തകം വിശുദ്ധ ബൈബിളാണ്, ദൈവവചനമാണ്. മരണം നഷ്ടമാണെന്ന് പറഞ്ഞവരായി ലോകത്തിൽ ജീവിക്കുന്ന ആളുകളല്ല. നഷ്ടമാണ് മരണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് അതൊരു വലിയ നഷ്ടമാണ്, നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ്, ആ മരണം നഷ്ടമാണ്. എല്ലാവരും പറയാറുള്ള കാര്യമാണ്. എന്നാൽ മരണം ലാഭമാണെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. മരണം ലാഭമാണ്. മരണം ഭാഗ്യമാണെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. മരണം ഭാഗ്യമാണ്. അയ്യോ, മരണം ഭാഗ്യം പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് രംഗത്തരച്ച് നിലവിളിക്കുമ്പോൾ പുസ്തകം പറയുന്നു മരണം ഒരു ഭാഗ്യമാണ്. സ്തോത്രം. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന പേടിപ്പെടുന്ന നിലവിളിക്കുന്ന സ്തോത്രം ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. എന്നാൽ ആ മരണത്തിന് മുൻപിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിലുള്ളവരാണ്. മരിക്കുന്നത് ലാഭമാണെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, ഞാൻ D.L. മൂഡിയുടെ ചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷിക്കപ്പെടാതിരുന്ന ആ സമയത്ത് തൻ്റെ വീടിന് സമീപം കുന്നിൻ്റെ മുകളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ ഡെഡ് ബോഡികൾ അടക്കുവാൻ കൊണ്ടുവരുമ്പോൾ
ഈ മണിയടിക്കുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ആളുടെ പ്രായത്തിന് ഒത്തവണ്ണമാണ് മണിയടിക്കുന്നത്. 30 വയസ്സുള്ള ഒരാൾ മരിച്ചാൽ 30 മണിയടിക്കും. മൂടി പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ പ്രായത്തിനൊത്ത മണിയാണ് അവിടെ അടിക്കുന്നത്. ഞാൻ വായിച്ചത് അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു. ഇങ്ങനെയുള്ള ഈ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം ഓടി ഒളിക്കുമായിരുന്നു. അത്ര ഭയമായിരുന്നു മൂടിക്ക്. എന്നാൽ അദ്ദേഹം ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു. ദൈവകൃപ വന്നു. കർത്താവിൻ്റെ പേരിൽ ശക്തവനായി കർത്താവിൻ്റെ പേരിൽ അധ്വാനം ചെയ്തു. സ്തോത്രം. മരണത്തെ ഭയപ്പെട്ടിരുന്ന തൻ്റെ ഗ്രാമത്തിൽ ആ പള്ളിയിൽ കൊണ്ടുവരുന്ന ആ മണിയടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയം തോന്നിയിരുന്ന ആ മനുഷ്യൻ, സ്തോത്രം, ക്രിസ്തുവിലായപ്പോൾ, ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ താനെ മരണ ദിവസം പറഞ്ഞത് ഇന്നെൻ്റെ വിജയത്തിൻ്റെ ദിനമാണെന്ന. ഇന്നെൻ്റെ വിജയമാണ്, എൻ്റെ കിരീടധാരണ ദിവസമാണ്. വർഷങ്ങളായി ഞാൻ ഈ ദിനത്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്. തൻ്റെ മകനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഭൂമിയുടെ കവാടം എൻ്റെ മുൻപിൽ അടയുന്നു, മീതെ സ്വർഗീയ കവാടം തുറക്കുന്നു, ആ കാണുന്ന ദൈവസന്നിധി എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞ് ആ കിരീടധാരണ ദിവസത്തിന് വേണ്ടി, അതിനുവേണ്ടിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിട പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം ഭയാനകമായി മനുഷ്യനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. പേടിയായ എല്ലാവർക്കും. പക്ഷെ മരണത്തെ ഭയപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറയുവാൻ, ധൈര്യത്തോടെ പറയുവാൻ, വാചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ, ദൈവശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ തയ്യാറാകുകയാണ്. മരണം ലാഭമാണ്, അത് നഷ്ടമല്ല. എന്തുകൊണ്ടാണ് ഇത് ലാഭമാണെന്ന് പറയാൻ കാരണം? പറയാം. ഇവിടെ താമസിക്കുന്ന ഒരു ചെറിയ വീട്ടില, അതെ, എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാനൊരു ഭാഷാന്തരത്തിൽ വായിച്ചപ്പോൾ കൊട്ടാരം ഒരുക്കാൻ പോകുന്നെന്നാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇവിടെ കൊട്ടാരത്തിലൊന്നും താമസിക്കാനുള്ള കഴിവോ അതിനുള്ള പണമോ ശക്തിയോ ഒന്നുമില്ല. ഒരു കൊച്ചു കുടിലും വീടിലുമൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ ഇവിടം വിട്ടാൽ എങ്ങോട്ടാണ് പോകുന്നത്? കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ലാഭമാണോ? ഈ ചെറിയ വീട് വിട്ട്, ഇവിടെ താൽക്കാലിക സാഹചര്യങ്ങളെ വിട്ട്, എന്തിനേറെ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വേദനയും രോഗവും നിറഞ്ഞ ഈ ശരീരം വിട്ട് വിൺമയമായ ദൈവം ഒരുക്കുന്ന ഉന്നതമായ ശരീരം പ്രാപിക്കത്തക്ക നിലയിൽ മരണത്തിലൂടെ കടന്നു പോകുന്ന നഷ്ടമോ ലാഭമോ, ആത്യന്തികമായി അതിനെക്കുറിച്ച് വിലയിരുത്തി പഠിപ്പിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും സവിസ്താരമായ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പൗലോസ് പറയുകയാണ്, മരണം എനിക്ക് ലാഭമാണ്, എന്നാൽ ജീവിച്ചിരിക്കണം എനിക്ക് നിങ്ങൾ നിമിത്തം. കാരാഗ്രഹത്തിൽ 2 വർഷത്തോളമായി ഒരു വിസ്താരവും വിധിയുമൊക്കെ നടക്കാൻ പോകുക. നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. 2 വർഷത്തിന് ശേഷം പൗലോസ് വിടുതൽ പ്രാപിച്ചു. പിന്നെയും ഫിലിപ്പിയിലൊക്കെ ചെന്ന ചരിത്രം ആ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, പൗലോസ് പറയാം, മരിക്കുന്നെങ്കിൽ അത് നഷ്ടമൊന്നുമല്ല, നഷ്ടമല്ല. എന്നാൽ നിങ്ങൾ നിമിത്തം ജീവിച്ചിരുന്ന് ശുശ്രൂഷയ്ക്ക് ഫലമുണ്ടാകുവാൻ തക്കവണ്ണം ചിലത് ചെയ്തെടുക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പൗലോസ് പറയുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ പറയുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. Absent from the body, present with Christ. വിട്ടുപിരിഞ്ഞാൽ ആരോടുകൂടെ? ക്രിസ്തുവിനോടുകൂടെ. ഈ ശരീരം വിട്ടാൽ, കേട്ടോ, ഈ ശരീരം വിട്ട് പിരിയുന്നത് പൗലോസ് പറയാ, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. ഉന്നതമായ ഉദാത്തമായ ഒരു പദവിയല്ലേ അത്?
ശരീരം വിട്ട് മരണത്തോടുകൂടെ കർത്താവിൻ്റെ സവിധത്തിൽ അവനോട് ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ള പ്രത്യാശയല്ലേ പൗലോസിൻ്റെ അന്തർഭാഗത്തെ ബഹിർഗമിക്കുന്നത്? ആ വലിയ പ്രത്യാശയോടുകൂടെ പറയുക, അത് അത്യുത്തമമല്ലോ. അതാണ് ഏറ്റവും അത്യുത്തമമായിരിക്കുന്ന വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിക്കുന്ന ആ ഒരു അനുഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഉന്നതമാണ്, അത് അത്യുത്തമമാണ്. സ്തോത്രം. എന്നാൽ താഴോട്ട് പറയുമ്പോൾ നിങ്ങൾ നിമിത്തം, അതായിരിക്കുന്നത്. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. കാരണം ശുശ്രൂഷയിൽ ചിലതോടൊക്കെ ചെയ്തെടുക്കണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമാണ് കേട്ടോ. പൗലോസ് പറഞ്ഞ രണ്ടിനാലും ഞരങ്ങുക അകത്ത്. എന്തിനാ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. സ്തോത്രം. അത് അത്യുത്തമമല്ലോ. എന്നാൽ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക, ഇത് വ്യക്തിപരമായ ആഗ്രഹമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക, അത് അത്യുത്തമമാണ്. മരണം പൗലോസിനെ സംബന്ധിച്ചോളം ഭയം ജനിപ്പിക്കുന്ന ഭീകരമായൊരവസ്ഥയല്ല. ശരീരം വിട്ടുപിരിയുന്ന ഒരവസ്ഥയും ക്രിസ്തുവിനോടുകൂടെ നിത്യവാസത്തിനായി ആത്മാവ് എത്തിച്ചേരുന്ന അത്ഭുതകരമായ പ്രതിഭാസവുമാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. ഈ അനുഭവം ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭവും നേട്ടവുമാകുന്നു. ഇത് ലാഭമാണ്, ഇത് നേട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. മരണം എന്നതിന് പൗലോസ് നൽകിയിരിക്കുന്ന അതിശക്തമായ മറ്റൊരു പദമാണ് നിര്യാണം. നാം അതിനെക്കുറിച്ച് പഠിച്ചാൽ പൗലോസ് മരണത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദം നിര്യാണമെന്ന. പ്രത്യേകിച്ച് 4 അർത്ഥങ്ങൾ ആ പദത്തിനുണ്ട്. ഒന്ന്, ഒരു തുറമുഖത്ത് നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പൽ നങ്കൂരം ഉയർത്തി യാത്ര പുറപ്പെടുന്നതിന് നിര്യാണം എന്ന വാക്ക് ഉപയോഗിക്കും. 2 തീമോഥെയോസ് 4:6 നിര്യാണം എന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ഉപയോഗിക്കുകയാണ്. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അതിൻ്റെ 4 അർത്ഥങ്ങളാണ് തന്നെ ഊന്നി അർപ്പിക്കുന്നത്. ഒന്ന്, നാം മനസ്സിലാക്കിയാൽ, അതിനെക്കുറിച്ച് പഠിച്ചാൽ, ഒരു കപ്പൽ, നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പൽ നങ്കൂരം ഉയർത്തി യാത്ര പുറപ്പെടുന്നതിന് നിര്യാണം എന്നുള്ള പദം ഉപയോഗിക്കും. 2, കാളകളെ പൂട്ടി നിലമുഴുന്ന ഒരു കർഷകൻ ജോലി പൂർത്തിയാകുമ്പോൾ നുകം കാളകളുടെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റി കാളകളെ സ്വാതന്ത്ര്യമായി വിടുന്നതിന് നിര്യാണം എന്നൊരു പദം ഉപയോഗിക്കും. കർഷകൻ കാലത്ത് മുതൽ കാളകളെ നുകം വെച്ച് പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ സമയം കഴിയുമ്പോൾ, ജോലി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആ നുകമെടുത്ത് മാറ്റി അതിനെ സ്വാതന്ത്ര്യമായി വിടുന്നതിന് നിര്യാണം എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. 3, കൂടാരമടിച്ച് വിശ്രമിച്ച ശേഷം ഒരു സഞ്ചാരിയോ സൈനികനോ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കൂടാരം അഴിച്ചു മാറ്റുന്നതിന് നിര്യാണം എന്നൊരു പദം ഉപയോഗിക്കുന്നു. മനസ്സിലായോ? കൂടാരമടിച്ച് യാത്രയിൽ വിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രവാസിയായിക്കൊള്ളട്ടെ, യാത്രികനായിക്കൊള്ളട്ടെ, പട്ടാളക്കാരനായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, കൂടാരമടിച്ച് പാർക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് യാത്ര പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ അതെല്ലാം അഴിച്ചു മാറ്റി, കൂടാരത്തിൻ്റെ കയറും കുറ്റിയും എല്ലാം അഴിച്ചു മാറ്റി, അത് ക്ലീൻ ചെയ്ത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് നിര്യാണം എന്നൊരു പദം ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഒരു തടവുകാരനെ തടവറയിൽ നിന്ന് സമ്പൂർണ്ണമായി മോചിപ്പിക്കുന്നതിന് അവിടെ പറയുന്ന ഒരു പദം എന്ന് പറയുന്നത് നിര്യാണം എന്ന് പറയുന്ന പദമാണ്. സ്തോത്രം. ദൈവമക്കളുടെ കഷ്ടതയും രോഗവും വേദനയും ദുഃഖവും നിറഞ്ഞ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അമർത്യതയെ ധരിക്കുകയാണ് നിര്യാണത്തിൽ സംഭവിക്കുന്നത് കേട്ടോ. ദൈവമക്കൾക്ക് സംഭവിക്കുന്ന കാര്യം 1 കൊരിന്ത്യർ 15:54 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു.
അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. വിശ്വാസികൾ തങ്ങളുടെ മരണശേഷം ആമേൻ ചില പഠിപ്പിക്കുന്നുണ്ടല്ലോ, ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുമെന്ന്. ബെസ്പൂർക്കാന എന്ന് പറയുന്ന ഒരിടത്തേക്ക് പോയി കേട്ടോ. അവിടെ ആത്മാവിൻ്റെ ശുദ്ധീകരണമോ നിദ്രയോ പ്രത്യുത അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത് സ്വർഗീയ പർദീസയിൽ കർത്താവിനോടുകൂടെ വസിക്കുവാനാണ് ഒരു ദൈവവചനം ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾ മരിച്ചാൽ പിന്നെ എവിടെ എന്ന ചോദ്യത്തിന് പുതിയ നിയമം നൽകുന്ന മഹത്തായവും ആധികാരികവുമായ ഉത്തരം അത് തന്നെയാണ്. ഇടയ്ക്കൊരു ബെസ്പൂർഖാനയിലോ ശുദ്ധീകരണ സ്ഥലത്തോ ഒന്നും പോകുന്നില്ല. കർത്താവിനോടുകൂടെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ വസിക്കുന്ന ആ ഉദാത്തമായ ഉന്നതമായ അനുഭവമാണ് ദൈവം നൽകുന്നത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്കത് അത്യുത്തമമാണ്. ഉത്തമമെന്നല്ല പറഞ്ഞത്, അത്യുത്തമമാണ്. കാരണം കർത്താവിനോടുകൂടെ വസിക്കുവാനാണ് ഏറിയ കാലങ്ങളായി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ കഷ്ടങ്ങളും വേദനകളും സഹിച്ച് കാരാഗ്രഹത്തിൻ്റെ ഇരുളിമേലും അവൻ ചങ്ങലകൾ ധരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുമ്പോൾ പൗലോസിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും എന്താണെന്നറിയാമോ? കർത്താവിനോട് ഒരുമിച്ച് വാഴുന്ന ആ പൊൻസുദിനമാണ്. ആ ഒരു സുദിനത്തെ പൗലോസ് വ്യക്തമായി കാണുമ്പോൾ താൻ പറയുകയാണ്, എനിക്കത് ലാഭമാണ്, എനിക്കത് ഭാഗ്യമാണ്, എനിക്കത് അനുഗ്രഹമാണ്, വിട്ടുപിരിയുന്നത് എനിക്ക് അത്യുത്തമമാണ്, കർത്താവിനോട് ഒരുമിച്ച് വസിക്കുന്നത് ഉന്നതമായ ഒരു അനുഭവമാണ് എനിക്ക്. എന്നാൽ ഫിലിപ്പ്യരെ, നിങ്ങൾ നിമിത്തം ഇനിയും ഞാൻ ഈ ഭൂമിയിൽ ഇരുന്ന് ഫലകരമായ ചില ശുശ്രൂഷകളിലൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആമേൻ ദൈവഹിതമെങ്കിൽ ആ നിലകളിലുള്ളൊരു വിടുതൽ എനിക്ക് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും എനിക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് പൗലോസ് ആമേൻ ഓർപ്പിക്കുന്ന ഭാഗം കൂടെയായിട്ട് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മരണശേഷം പരേതാത്മാവിൻ്റെ രക്ഷയ്ക്കും വിടുതലിനും മോക്ഷത്തിനുമൊക്കെ വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി, ദണ്ഡന, വിമോചന, സ്വർഗപ്രാപ്തി ഈ നിലകളിൽ ലഭിക്കുവാൻ പലതും പല കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ചിന്ത, മരിക്കുന്നതിന് മുമ്പ് ജീവനോടെ ഇരിക്കുമ്പോൾ നല്ല ഒരു അവസരത്തിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവത്തിൻ്റെ പൈതലായി പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് റഷ്യക്കാരിയോട് ചോദിച്ചു, ആത്മാവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. അതെ, കാര്യങ്ങളെല്ലാം ഞാൻ സ്തോത്രം പുരോഹിതനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പുരോഹിതനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കൊടുക്കേണ്ടതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, പുള്ളി ആത്മാവിന് വേണ്ടി ചേർന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, മരണാനന്തര പ്രക്രിയകളൊന്നും ആത്മാവിനെ പറിച്ചെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ പര്യാപ്തമല്ലെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. ജീവിച്ചിരിക്കുമ്പോൾ വേണം ഹൃദയംഗമായി കർത്താവിനെ സ്വീകരിച്ച് ദൈവപൈതലാകുവാൻ. അതുകൊണ്ട് പൗലോസ് ഓർപ്പിച്ചല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു ദിവസം വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണം എന്ത് ചെയ്യാൻ? കർത്താവിനെ ഹൃദയംഗമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ. സ്തോത്രം. ചില ആളുകൾ പഠിപ്പിക്കുന്നത് പോലെ ആമേൻ വിവിധങ്ങളായ ജന്മാന്തര വഴികൾ, അതുപോലെ തന്നെ പുനർജന്മം, പരമാത്മാവും സ്തോത്രം മനുഷ്യൻ്റെ ആത്മാവും തമ്മിൽ ലയിച്ചു ചേരുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല നിലകളിലുള്ള പഠനങ്ങളും ചിന്തകളുമൊക്കെ മതവേദികൾ നമുക്ക് തരുന്നുണ്ടെങ്കിലും ആത്മാവിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നത്
പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ആമേൻ നമ്മെ വീണ്ടെടുത്ത് വിടുവിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ പാപപരിഹാരം വരുത്തി ആമേൻ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കുന്ന മാർഗമാണ് സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ മാർഗം. അത് ജീവിതത്തിൽ ഹൃത്തടങ്ങളിൽ ആഴമായി പതിയപ്പെട്ട പൗലോസ് പറയുകയാണ്, എൻ്റെ മരണം എനിക്ക് ലാഭമാണ്. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാണ് സ്തോത്രം. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. പലരുടെയും ധാരണ ഇത് ശവപ്പെട്ടിക്കകത്ത് കയറുമ്പം പാടുന്നതാണ്. അല്ല, ശവപ്പെട്ടിക്കകത്ത് കയറുമ്പം പാടുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോഴാ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി. സിനിമാക്കാരൻ അത് ഞാൻ തനിയെ പോകുന്നു എന്ന് പാടി, അത് സിനിമാക്കാരൻ പാടിയതാ. ബന്ധപ്പെട്ടോടിടുന്നു ജീവിതകാലത്ത്. നാഗൽ സാഹിബ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാണ് കേട്ടോ. സ്തോത്രം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവം തരുന്ന സമയത്ത് സ്വർഗയാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു ദൈവ പൈതൽ തൻ്റെ അന്തർഗതത്തിൽ നിന്ന് പാടുകയാണ്, ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, എന്നെ എതിരേൽപ്പതിനായി ദൈവദൂതർ വരുന്നു. ഓ, എത്ര പ്രത്യാശ നിറഞ്ഞ ഗാനമാണ്. പേടിയാ പലർക്കും പാടാൻ. മരണ വീട്ടിൽ മാത്രം പാടുന്ന എന്നുള്ള ധാരണയാ. അല്ല, പ്രത്യാശയുള്ളവർക്ക് മാത്രമേ പാടുവാൻ കഴിയുകയുള്ളൂ. പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ പാടുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ വീട് മരിച്ചാൽ കർത്താവിനോട് ഒരുമിച്ചായിരിക്കുമെന്നുള്ള പ്രതീക്ഷ എത്ര പേർക്കുണ്ട്? ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കേണ്ട ഒരു ബൈബിൾ ക്ലാസ് ആണെങ്കിലും സ്തോത്രം, ഈ ധൈര്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്നത് എൻ്റെ കർത്താവ്, മരിക്കുന്നത് എനിക്ക് ലാഭം. ജീവിതത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നവർക്ക് മരണം നഷ്ടമല്ല, ലാഭമാണ്. അതുകൊണ്ട് തന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ നിത്യത, ആത്മാവിൻ്റെ നിത്യത കർത്താവായ യേശു ക്രിസ്തു പാപത്തെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത് വിടുവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി ആ മാർഗം നമ്മുടേതാക്കി മാറ്റി നമ്മുടെ ജീവിതം ധന്യകരമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ഏവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഈ ക്ലാസ് അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത് വിടുതലിന് കാരണമാകണമേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മരണത്തിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ച് തിരിച്ചും രുചിച്ചും അറിഞ്ഞ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ അനേകരെ ഒരുക്കിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.